ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മികച്ച രാഗങ്ങളുടെ മനോഹരമായ ശബ്ദവും അതിൻ്റെ കുറ്റമറ്റ ആലാപനവും ആർക്കാണ് മറക്കാൻ കഴിയുക? ഇന്ത്യയിലെ ഖയാൽ വിഭാഗത്തിലെ ഏറ്റവും മികച്ച വക്താക്കളിൽ ഒരാളായ ഗംഗൂബായ് ഹങ്കൽ ആയിരുന്നു അത്. ജാതീയതയിൽ ദുഷിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ പടർന്നു പിടിച്ച കാപട്യം, അനീതി, മതഭ്രാന്ത് എന്നിവയ്ക്കെതിരായ കലാപത്തിന്റെ ഒരു ഇതിഹാസമാണ് അവരുടെ ജീവിതം. മാന്യരായ സമപ്രായക്കാർക്കൊപ്പം പ്രശസ്തമായ കിരാന ഘരാനയുടെ പൈതൃകം അവർ കഠിനാധ്വാനം ചെയ്ത് നിലനിർത്തി. ദാരിദ്ര്യവും താഴ്ന്ന ജാതി പദവിയും ഉണ്ടായിരുന്നിട്ടും കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹജമായ കഴിവിന്റെയും ശക്തിയാൽ ഉന്നത പദവികളിലെത്തിയ ഒരു ശാസ്ത്രീകൃത സ്ത്രീ ആയിരുന്നു ഗംഗൂബായ്. 1913 മാർച്ച് 5 കർണാടകയിലെ ധാർവാഡിലാണ് ഗംഗൂബായ് ജനിച്ചത്. ജനിക്കുമ്പോൾ ഗാന്ധാരി ഫങ്കൽ എന്നായിരുന്നു അവരുടെ പേര്. ഹങ്കൽ അവരുടെ ജന്മദേശമാണ്. പിതാവ് ചിക്കുറാവുസ് നാദിർ ഒരു ബ്രാഹ്മണ കർഷകനായിരുന്നു. അമ്മ ഒരു കർണാട്ടിക് സംഗീതജ്ഞയാണ്. എന്നിരുന്നാലും അമ്മ അംബാബായിയെ അദ്ദേഹം നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ല. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള സ്ത്രീകൾക്ക് അത് ദുരിതപൂർണമായ സമയമായിരുന്നു. ഇതിനെല്ലാം പുറമെ അവർ പ്രൊഫഷണൽ സംഗീതജ്ഞരാണെങ്കിലും സമൂഹം അവരെ വെറുത്തിരുന്നു. ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാർ അവരെ അംഗവസ്ത്രം എന്ന് മുദ്രകുത്തി. അത്തരം സ്ത്രീകൾ ഭാര്യമാരാകുവാൻ യോഗ്യരല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അവർ ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാരുടെ കാമുകിമാരോ മറ്റുമായി ഒടുവിൽ മാറി. ഗംഗൂബായിയുടെ കുടുംബാംഗങ്ങളുടെയും ദുഃഖകരമായ അവസ്ഥ ഇതുതന്നെയായിരുന്നു. സ്വാഭാവികമായും കുട്ടിക്കാലം മുതൽ തന്നെ ആ കൊച്ചു പെൺകുട്ടി ഉയർന്ന ജാതിക്കാരായ അയൽക്കാരിൽ നിന്ന് തൊട്ടുകൂടായ്മയും അപമാനവും ബഹിഷ്കരണവും നിരന്തരം നേരിട്ടിരുന്നു. 5ാം ക്ലാസ്സിന് ശേഷം അവർ സ്കൂള് വിട്ടു. ഗംഗൂബായ് അമ്മയിൽ നിന്ന് സംഗീതം പഠിച്ചു. തുടർന്ന് ശ്രീ ദത്തോപന്ത് ദേശായി, കിരാന ഘരാനയിലെ ഒരു പ്രമുഖ പണ്ഡിതനായ സവായ് ഗന്ധർവ എന്ന റാംഭാവു കുന്തോൽക്കർ തുടങ്ങിയവരുടെ കീഴിൽ പരിശീലനം നേടി. 1928 ആയപ്പോഴേക്കും ഗംഗൂബായിയുടെ കുടുംബം ഹുബ്ലിയിലേക്ക് താമസം മാറി. അതേസമയം സവായ് ഗന്ധർവ 30 കിലോമീറ്റർ അകലെയുള്ള കുന്ത്ഗോളിലാണ് താമസിച്ചിരുന്നത്. അതിനാൽ എല്ലാ ദിവസവും അവർ സംഗീത ക്ലാസുകളിൽ പങ്കെടുക്കാൻ കുന്ത്ഗോളിലേക്ക് ട്രെയിനിൽ പോകുമായിരുന്നു. ആ സമയങ്ങളിൽ പരിഹാസവും കൂക്കുവിളികളും അവൾ ദിവസേന നേരിട്ടിരുന്നു. അത് അപമാനകരമായിരുന്നു. പക്ഷെ അവൾ അവർക്ക് ചെവി കൊടുത്തിരുന്നില്ല. സവായ് ഗന്ധർവ ഹുബ്ലിയിലേക്ക് താമസം മാറാൻ തീരുമാനിക്കുന്നതുവരെ ഈ കഠിനമായ പതിവ് തുടർന്നിരുന്നു. അങ്ങനെ വർഷം 1924 കർണാടകയിലെ ബെൽഗാമിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രാർത്ഥനാ ഗാനം ആലപിക്കുവാൻ 11 വയസ്സുള്ള ഗംഗൂബായിയെ തിരഞ്ഞെടുത്തു. സെഷന്റെ അധ്യക്ഷനായിരുന്ന മഹാത്മാഗാന്ധി സദസ്സിൽ ഉണ്ടായിരുന്നതിനാൽ ആ പെൺകുട്ടിക്ക് അത് മറക്കാനാവാത്ത ഒരു അവസരമായിരുന്നു. പരിപാടിക്ക് മുൻപ് ജാതീയതയുടെ അസ്വസ്ഥതയാൽ നിരന്തരം പീഡിപ്പിക്കപ്പെട്ട ഗംഗൂബായി ഉയർന്ന ജാതിക്കാരുടെ പ്രതിനിധികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരുമെന്നും ഭക്ഷണശാല വൃത്തിയാക്കേണ്ടി വരുമെന്നും അവൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ തുടർന്നു പോന്നു അവരുടെ ജീവിതം. ഗംഗൂബായിയുടെ പൂർണ്ണമായ ഗായിക അരങ്ങേറ്റം 1933 സാന്താക്രൂസ് ബോംബെയിലെ സബർബൻ മ്യൂസിക് സർക്കിളിൽ വെച്ചാണ് നടന്നത്. താമസിയാതെ ജദാർഭായ് അവരെ കാണുകയും കൽക്കട്ടയിൽ ഒരു സംഗീത സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത് അവർക്ക് വളരെയധികം പരിചയവും ഉസ്താദ് നിസാർ ഹുസൈൻ ഖാൻ, KL സൈഗാൾ, ത്രിപുരയിലെ മഹാരാജാവ് തുടങ്ങിയ സംഗീതജ്ഞരുമായും മറ്റും പരിചയ സമ്പത്തും നേടിക്കൊടുത്തു. ഇത് അവരുടെ കരിയറിനെ തന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. കൗമാരപ്രായത്തിൽ തന്നെ അവരുടെ ശബ്ദം HMV റെക്കോർഡ് ചെയ്തിരുന്നു. കഥ പറയുന്നതനുസരിച്ച് അവരുടെ നാമകരണത്തിലെ മാറ്റത്തിന് ഉത്തരവാദി HMV ആയിരുന്നു. ഗാന്ധാരിക്ക് പകരം ഗംഗുവും ഹങ്കലിന് പകരം ഹുബ്ലിയും നൽകുന്നത് പ്രശസ്തി നേടാൻ സഹായിക്കുമെന്ന് കമ്പനിയുടെ ഉന്നതർ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നീട് നിരവധി മാറ്റങ്ങളും ആശയക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനാൽ ഗംഗൂബായ് ഹങ്കലായി തുടരുവാൻ അവർ ഇഷ്ടപ്പെട്ടു. 1936 ഓൾ ഇന്ത്യ റേഡിയോയിൽ ഹീരാബായി ബരോഡേക്കറിന് വേണ്ടി ഗാനം ആലപിച്ചത് ഗംഗൂബായിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന നിമിഷമായിരുന്നു. 1940 വരെ രാജ്യത്തുടനീളമുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് അവർ ആകാശവാണിയിൽ പാടിക്കൊണ്ടേയിരുന്നു. തുടക്കത്തിൽ അവർ ഭജനും തുമ്തിയും പാടി. പിന്നീട് ഖ്യാലിയിലേക്ക് മാറി. പിന്നീട് അവർ ലൈറ്റ് ക്ലാസിക്കൽ പാടാൻ വിസമ്മതിച്ചു. ശുദ്ധരാഗങ്ങളിലേക്ക് മടങ്ങി. തന്റെ സംഗീതയാത്രയുടെ ഭാഗമായി വാർഷിക അഖിലേന്ത്യാ സംഗീത സമ്മേളനത്തിൽ ഗംഗൂബായ് പരിപാടി അവതരിപ്പിക്കുന്നത് വളരെയധികം ആസ്വദിച്ചു. അവിടെ പണ്ഡിറ്റ് ഭീംസേൻ ജോഷി, ഫിറോസ് ദസ്തൂർ, ഓംകാർനാഥ്, കേസർഭായ്, ബിസ്മില്ല ഖാൻ, അലാവുദ്ദീൻ ഖാൻ, സിദ്ധേശ്വരി ദേവി തുടങ്ങിയ പ്രശസ്തരായ സമകാലിക സംഗീതജ്ഞരുമായി അവർ ഇടപഴകി. സംഗീത വൈവിധ്യത്തിന്റെ ഒരു മഹാസംഗമമായിരിക്കും അത് എന്ന് തെളിയിക്കപ്പെടും. 1970കളുടെ അവസാനത്തിലും 80കളിലും ഫ്രാൻസ്, പശ്ചിമ ജർമ്മനി, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിലെ തന്റെ പ്രകടനത്തിലൂടെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുവാൻ അവർ ഏറ്റെടുത്തു. ഇന്നത്തെ ദിവസം അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം.